الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 101-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل انظروا ماذا في السماوات والأرض وما تغني الآيات والنذر عن قوم لا يؤمنون. قل നബിയെ അങ്ങ് പറയുക, ഉൻദുറു നിങ്ങൾ കാണുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുവിൻ, മാതാ ഫിസ് സമാവാതി ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന്, വൽ അർദി ഭൂമിയിലും, വമാ തുഗ്നിൽ ആയാത്തു ദൃഷ്ടാന്തങ്ങൾ ഫലം ചെയ്യുകയില്ല, വൻ നുദുറു മുന്നറിയിപ്പുകളും, അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്ത ജനതക്ക്. എന്നൊരർത്ഥം പറയാം. കുൽ നബിയെ താങ്കൾ പറയുക, ഉൻദുറു നിങ്ങൾ നോക്കുക. വെറുതെ നോക്കിയാൽ പോരാ, കണ്ണ് തുറന്ന് നോക്കുക നമ്മൾ പറയില്ലേ, അതാണ് ഇവിടുത്തെ പ്രയോഗം. കണ്ണ് തുറന്ന് നോക്കുക, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് കാണുക. മാതാ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടെന്ന്. വമാ തുഗ്നിൽ ആയാത്തു അടയാളങ്ങൾ ഫലം ചെയ്യുകയില്ല, ദൃഷ്ടാന്തങ്ങൾ ഫലം ചെയ്യുകയില്ല. വൻ നുദുറു മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ താക്കീതുകളും. അൻ ഖൗമിൻ ഒരു ജനതക്ക്, ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല എന്നാൽ വിശ്വസിക്കാൻ സന്നദ്ധരല്ല. അത്തരം ജനതക്ക് അടയാളങ്ങളും മുന്നറിയിപ്പുകളും ഫലം ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ വേണ്ടി നിരന്തരം ആയാത്തുകൾ ചോദിക്കുന്നവരായിരുന്നു അറബികൾ. നിരന്തരം ചോദിക്കുക, താങ്കൾ നബിയാണെന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണണം. മൂസാ നബി അലൈഹി സ്വലാമക്ക് ഉണ്ടായിരുന്നല്ലോ, ഈസാ നബി അലൈഹി സ്വലാമക്ക് ഉണ്ടായിരുന്നല്ലോ. ജൂതന്മാർ ഇവരെ പിരികയറ്റി വിടുക ചെയ്യുക പലപ്പോഴും. അങ്ങനെ അവർ നബിയോട് പലതരം അടയാളങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളത് നമ്മൾ സൂറത്ത് ഫുർഖാനിൽ വരുന്നുണ്ട്, സൂറത്ത് ഇസ്രായിൽ വരുന്നുണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. ആകാശത്തെ കഷ്ണം കഷ്ണമായി വീഴ്ത്തണം, അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് കയറി പോയിട്ട് അള്ളാഹുവിൽ നിന്നുള്ളൊരു എഴുത്തുമായിട്ട് വരണം. അതുമല്ലെങ്കിൽ ഈ മക്കത്തെ ചില മലകളെങ്കിലും സ്വർണമായി മാറണം. താങ്കൾക്ക് ആഡംബര കൊട്ടാരം, സ്വർണത്തിൻ്റെ കൊട്ടാരം ഉണ്ടാക്കണം. ഈ മരുഭൂമിയിൽ നദികൾ ഒഴുക്കണം, അല്ലെങ്കിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ താങ്കൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകണം എസ്കോർട്ടായിട്ട്. അവരിങ്ങനെ പറയണം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അടയാളമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ അവർ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാൻ വേണ്ടിയാണോ? അല്ല, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല പ്രവാചകനെന്ന് അവർക്കറിയാം. ഇത് അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം ചില അടയാളങ്ങളും ചില ദൃഷ്ടാന്തങ്ങളും പലപ്പോഴും നൽകും. ഈ ഖുർആനാണ് പ്രവാചകൻ്റെ ഒന്നാമത്തെ അടയാളം. ഇതൊന്നും അംഗീകരിക്കാതെ അവർ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹ് അവരോട് പറയാം, നബിനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവരോട് പറയാം, ഉൻദുറു മാതാ ഫിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളിലേക്ക് ഒന്നിങ്ങനെ നോക്കിക്കളി, കണ്ണ് തുറന്ന് നോക്കണം. ആകാശത്ത് കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഭൂമി, ആകാശത്ത് ഉള്ളതിൻ്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ലെന്ന് വന്നേക്കും. അന്ന് ഇന്നത്തെ മാതിരി ടെലസ്കോപ്പ് അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ. എന്നാൽ ഭൂമി കണ്ടുകൂടെ? ഭൂമിയിലുള്ള എന്താ അത്ഭുതം അല്ലാത്തത്? മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗം എന്തൊരത്ഭുതമാണ്. ഓരോ ജീവിവർഗങ്ങളെ എടുത്തു നോക്കി, അത്ഭുതമല്ലേ? ആ ജീവി എന്ന സൃഷ്ടിപ്പ് അത് തന്നെ അത്ഭുതം. അവയുടെ ജീവിത രീതികളൊക്കെ അത്ഭുതം. ഈ ഭൂമി കാണുന്ന മറ്റേ വെള്ളം ഒരു അത്ഭുതമല്ലേ? വെള്ളം കെട്ടി നിൽക്കുന്ന സമുദ്രം അത്ഭുതമല്ലേ? പുഴ അത്ഭുതമല്ലേ?
മണ്ണ് തന്നെയും അത്ഭുതമല്ലേ? മണ്ണെന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ നമുക്ക് ചത്തതും ചീഞ്ഞതും കൊണ്ടേ അല്ലേ മരിച്ചതും ഒക്കെ മറമാടാനും കുഴിച്ചിടാനും ആ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മണവും ചീച്ചിലൊന്നുമില്ല. പുറത്തേക്ക് വന്നാലോ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി അത് മുളച്ചു വരുന്നത് അത്ഭുതമല്ലേ? ചെറിയ കുരുവിൽ നിന്ന് വലിയ മരം. ഇങ്ങനെ ഓരോരോ ജീവികളും ഓരോ ജീവികളുടെ അവയവങ്ങളുടെ വിശദാംശങ്ങൾ പോലും മനുഷ്യനെ സംബന്ധിച്ചും മൃഗങ്ങളെ സംബന്ധിച്ചും അവയുടെ ഓരോ ചെടികളെ സംബന്ധിച്ചും ഓരോന്നിനെ സംബന്ധിച്ചും ഗവേഷകർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോന്നും ഓരോ ശാസ്ത്രശാഖയായി വളർന്നുകൊണ്ടിരിക്കുക. ശാസ്ത്രശാഖയെ മനുഷ്യൻ്റെ പല്ലിനെ സംബന്ധിച്ചുള്ളതൊരു പഠനശാഖ, കണ്ണ് വേറൊരു പഠനശാഖ, ചർമ്മം വേറൊരു പഠനശാഖ, ഹൃദയം വേറൊരു പഠന വിഭാഗം. ഇങ്ങനെ ഓരോ എല്ലുകൾ വേറെ, രക്തം വേറെ, മാംസം വേറെ, മജ്ജ വേറെ, അല്ലേ? ഇങ്ങനെയല്ലേ ശാസ്ത്രം പുരോഗമിക്കുന്നത്? അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ ഇത് അവരോടാണ് പ്രത്യക്ഷത്തിൽ പറയുന്നതെങ്കിലും നമുക്കും ഇതിൽ ചിന്തിച്ചാൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതാണ് ഉൻദുറൂ, കണ്ണ് തുറന്ന് നോക്കൂ. നിങ്ങളിങ്ങനെ നിരന്തരം അടയാളം ചോദിക്കണ്ടല്ലോ, ഓരോന്നൊന്ന് നിരീക്ഷിക്കും നിങ്ങൾ. ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെ അത്ഭുതങ്ങൾ. അപ്പോൾ അത്ഭുതം ചോദിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടി കൂടിയാണത്. എന്നിട്ട് ഉൻദുറൂ മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ കണ്ണ് തുറന്ന് നോക്കുവിൻ, നിരീക്ഷിക്കുവിൻ. എന്നിട്ട് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഒമാ തുഹനിൻ നുദുറു, ഒമാ തുഹനിൽ ആയാത്ത് കൊണ്ടൊന്നൊരു ഫലമല്ല. കാരണം അവർ വിശ്വസിക്കാൻ സന്നദ്ധരല്ല. ഈ ആയാത്തുകൾ ഫലം ചെയ്യുക ആൾക്കാർക്കാണ്, ചിന്തിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നിലുള്ള ദൈവാസ്തിത്വത്തെ മനസ്സിലാക്കുന്നവർക്കും ശേഷം ആ ദൈവം എന്തിനു വേണ്ടി എന്നെ പടച്ചു അല്ലെങ്കിൽ ഞങ്ങളെ പടച്ചു എന്ന് ചിന്തിക്കുന്നവർക്കേ അതുകൊണ്ട് ഫലം കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അതെന്തിന്, ഞാൻ എന്തിന് ഇവിടെ പിറന്നു, ഞാൻ എന്തിന് ജീവിക്കുന്നു, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ലല്ലോ, ജനിച്ചത് കൊണ്ട് ജീവിക്കുക എന്നുമല്ല. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ബോധപൂർവ്വം ഇതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ടെങ്കിൽ, ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, ഒരു അള്ളാഹു, ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ഞാൻ അവന് വണങ്ങാൻ തയ്യാറാണ്. ആ ഒരു തയ്യാറെടുപ്പ്, അതാണ് ഈമാൻ. അങ്ങനെ ഈമാൻ സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ സന്നദ്ധരായവർക്ക് മാത്രമേ ഇത്തരം ആയാത്തുകളെ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ഇനി അതൊക്കെ ഉൾക്കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ ആയാത്തും ചിന്തിച്ച് നമ്മുടെ ഈമാനിന് കരുത്ത് കൂട്ടണം, ഈമാനിന് ദൃഢത കൂട്ടണം, കട്ടിയുള്ള കരുത്തുള്ള ഈമാനായിരിക്കണം വിശ്വാസിയുടേത്, പതറാത്ത ഈമാനാക്കണം. നുദുറു എന്നുള്ളതിൻ്റെ ബഹുവചനം നുദുറു, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ. എന്തൊക്കെ മുന്നറിയിപ്പുകൾ? പ്രവാചകന്മാർ നൽകുന്ന മുന്നറിയിപ്പ്. ഒന്ന്, നിങ്ങൾ ഇത്തരത്തിൽ ദൈവധിക്കാരപരമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദുനിയാവിൽ തന്നെ നിങ്ങൾ ശിക്ഷിക്കപ്പെടാം. അത് പലതരത്തിലുള്ള ദുരന്തങ്ങളാകും, അപകടങ്ങളാകും, രോഗമാകും, ഇങ്ങനെയല്ലേ, തീപിടുത്തം, വെള്ളപ്പൊക്കം, സുനാമി, ഇങ്ങനെ ഉണ്ടല്ലോ, ഉരുൾപൊട്ടൽ, ഭൂമികുലുക്കം, ചൂട്, തണുപ്പ്, ഭരണകൂട ഭീകരത, ഇതൊക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ശിക്ഷകളാണ്. രോഗം എന്തിനാ നമുക്കത് തന്നെ, അതിലൂടെ എന്താ നമുക്കുള്ള ഗുണം? ഒരുപാട് കുറ്റങ്ങൾ പൊറുക്കപ്പെടും, അല്ലേ? ക്ഷമിക്കണം, സഹിക്കണം. എന്നുവെച്ചാൽ നമ്മൾ രോഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ? അത് പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ആരോഗ്യമുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, സൗകര്യമുള്ള ജീവിതം, അതന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതന്നെ അള്ളാഹിനോട് ചോദിക്കാനും പാടുള്ളൂ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തെന്നല്ല, ഹസനത്ത ചോദിക്കാൻ പാടുള്ളൂ, സയ്യിഅത്ത് ചോദിക്കാൻ പാടില്ല. രോഗമൊക്കെ പരീക്ഷണമാണ്, പ്രയാസമാണ്. അതുകൊണ്ടൊന്നും പരീക്ഷണം അള്ളാഹിനോട് ചോദിക്കരുത്, നന്മ ചോദിക്കുക. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അള്ളാഹു തആല പരീക്ഷണം തരും, രോഗം തരും, ദാരിദ്ര്യം തരും, പട്ടിണി തരും ചിലപ്പോൾ. അതൊക്കെ എന്തിനാ? നമ്മളെ പാഠം പഠിപ്പിക്കുകയാണ്. നമ്മളെ തിന്മകൾ മായ്ച്ചു കളയാനും നമുക്ക് നന്മയിൽ വർധനവുണ്ടാക്കാനും നമ്മളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ്. അതാണ് നുദുർ. പിന്നെ ദുനിയാവിലിതില്ലെങ്കിൽ പരലോകത്ത് അതിനെ സംബന്ധിച്ചുള്ള താക്കീതുകളും, അത് അവർക്ക് ഫലം. വമാ തുഗ്നിൻ നുദുറു വമാ തുഗ്നിൽ ആയാത്തു വൻ നുദുറു,
അടയാളങ്ങളും മുന്നറിയിപ്പുകളും ഫലം ചെയ്യുകയില്ല. മാ എന്നുള്ളത് നിഷേധാർത്ഥം. അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്ത ജനതക്ക്. മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. കുൽ നബിയെ അങ്ങ് പറയണം, ഉൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് നോക്കുവിൻ, കണ്ണു തുറന്ന് നോക്കുവിൻ, കണ്ണു തുറന്ന് കാണുവിൻ. വമാ തുഗ്നിൽ ആയാത്തു വന്നുദുറു, അടയാളങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളും ഫലം ചെയ്യുകയില്ല. തുഗ്നി ഗിന ചെയ്യുകയില്ല, ഗിന ഉണ്ടാക്കുകയില്ല, ഗുണം ചെയ്യുകയില്ല, ഫലം ചെയ്യുകയില്ല. അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധരല്ലാത്ത ജനതക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശഭൂമികളിൽ നിക്ഷേപിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ കരുത്തുറ്റ വിശ്വാസം നിലനിർത്തുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസത്തിന് ദുർബലത വരാതെ എന്നും ശക്തിയുള്ള ഈമാനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നീ ജീവിക്കാൻ സഹായിക്കുമാറാകണേ നാഥ. നിൻ്റെ കാരുണ്യവും വാത്സല്യവും സ്നേഹവും എല്ലായ്പ്പോഴും ഞങ്ങളിലുണ്ടാകണം. ഞങ്ങളിലെ രോഗികൾക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണം. അവസാനം ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഖബറിലുള്ള ചോദ്യങ്ങളിൽ ഞങ്ങളെ നീ സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വ മുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.